ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു പ്രിസെറ്റ് ആണ്. ക്രിസ്മസ് സ്പെഷ്യൽ ഫോട്ടോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രിസെറ്റ് ആണിത്. അതുപോലെ നമുക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോസിലായാലും യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി പ്രിസെറ്റ് ആണ്. നല്ല പഞ്ചി കളേഴ്സ് വരുന്ന ഒരു പ്രിസെറ്റ് ആണിത്. ഓക്കെ, അപ്പോൾ പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായ പാസ്വേഡ് ഞാൻ ഈ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള അടിപൊളി ലൈറ്റ് റൂം പ്രിസെറ്റ്സിനും അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ലൈറ്റ്സിലേക്ക് വന്ന ശേഷം അതിൻ്റെ എക്സ്പോഷർ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഒരു 0.33-34 ആ റേഞ്ച് വെച്ചാൽ മതി. ഓക്കെ, അതിന് ശേഷം കോൺട്രാസ്റ്റ് ഒരു 25 ആക്കി കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഹൈലൈറ്റ്സ് എന്നുള്ളതൊരു 18 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഷാഡോസ് എന്നുള്ളത് ഒരു 40ലേക്ക് കൊണ്ടുവെക്കുക. അതിനുശേഷം വൈറ്റ്സ് ഫുള്ള് മൈനസ് ചെയ്ത് 100 ആക്കിക്കൊള്ളുക. ഓക്കെ, ബ്ലാക്ക്സ് എന്നുള്ളത് ഒരു +36ലേക്ക് കൊണ്ടുവെക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അതിനുശേഷം കർവിലേക്ക് വന്ന ശേഷം ബ്ലൂ കളർ സെലക്ട് ചെയ്ത് ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന പോലെ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കർവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കളറിലേക്ക് വരിക. കളറിലേക്ക് വന്നിട്ട് ആദ്യം ടെമ്പറേച്ചർ എന്നുള്ളത് ഒരു 4 ആക്കി കൊടുക്കുക. അതിനുശേഷം ടിൻറ്റ് എന്നുള്ളത് 17 ആക്കുക. ഓക്കെ, അതിനുശേഷം വൈബ്രൻസ് 42 ആക്കി കൊടുക്കുക. സാച്ചുറേഷൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒരു 1 അങ്ങനെ എന്തെങ്കിലും വെച്ചിരുന്നാൽ മതി. ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ഓവർ കളറായിപ്പോൾ. ഓക്കെ, അതിനുശേഷം നേരെ കളർ മിക്സിലേക്ക് വരിക. കളർ മിക്സിലേക്ക് വന്നിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്യുന്ന പോലെ ഓരോ കളറിൻ്റെയും ഹ്യൂവും സാച്ചുറേഷനും ലൂമിനൻസും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ കളർ മിക്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രേഡിങ്ങിലേക്ക് പോകാം. അവിടെ ഒരു ഗ്രേഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം അതിൻ്റെ ഹ്യൂ എന്നുള്ളത് ഒരു 313 വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സാച്ചുറേഷൻ എന്നുള്ളത് ഒരു 13 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ താഴെ 2 ഓപ്ഷൻ കാണാൻ പറ്റും, ബ്ലെൻഡിങ് ആൻഡ് ബാലൻസ് എന്നുള്ളത്. ബ്ലെൻഡിങ് ഒരു 100 ആക്കിയ ശേഷം ബാലൻസ് ഒരു -18 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് തേർഡ് സർക്കിളിലേക്ക് പോകാം. തേർഡ് സർക്കിളിൽ വന്ന ശേഷം അതിൻ്റെ ഹ്യൂ ഒരു 231 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ സാച്ചുറേഷൻ എന്നുള്ളത് ഒരു 47ലേക്ക് കൊണ്ടുവെക്കുക. ഓക്കെ, അതിനുശേഷം നേരെ ഇവിടെ എഫക്ട്സിലേക്ക് വരിക. എഫക്ട്സിലേക്ക് വന്ന ശേഷം ടെക്സ്ചർ എന്നുള്ളത് ഒരു 26 ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഡിഹൈസ് എന്നുള്ളത് ഒരു 17 ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ക്ലാരിറ്റി എന്നുള്ളത് ഒരു 36ലേക്ക് കൊണ്ടുവെക്കുക. ഓക്കെ, അതിനുശേഷം നേരെ വിജിനറ്റിലേക്ക് വരിക. വിജിനറ്റ് ഒരു 15 വെച്ച ശേഷം അതിൻ്റെ മിഡ് പോയിൻറ്റ് 0 ആക്കി കൊടുക്കുക. അതിനുശേഷം ഫെദർ ഒരു 100 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു വൈറ്റ് ഷെയ്ഡ് നമ്മുടെ ഫോട്ടോയുടെ കോർണേഴ്സിൽ എഡ്ജസിലും എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോപ്പി ചെയ്ത് ബാക്കിയുള്ള ഫോട്ടോസിലൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. പ്രിസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ എത്തിച്ചേരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗുഡ് ബൈ.